എവറി ബ്രാൻഡ് ഷുഡ് ബി എ മീഡിയ കമ്പനി. എല്ലാ ബിസിനസ്സുകളും അതുപോലെ എല്ലാ പേഴ്സണൽ ബ്രാൻഡുകളും ഒരു മീഡിയ കമ്പനി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായത്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ബിസിനസ് ബ്രാൻഡ് ആണ് എങ്കിലും ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും സെയിൽസ് വർദ്ധിപ്പിക്കാനും നമുക്ക് ഏറ്റവും നല്ല മെത്തേഡാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, വെർ ഈസ് ദ അറ്റൻഷൻ? എവിടെയാണ് വ്യക്തികളുടെ അറ്റൻഷൻ കിടക്കുന്നത്? എല്ലാവരും അവരുടെ 80% സമയം ചെലവഴിക്കുന്നത് അവരുടെ ഫോണിലാണ്. സോ ഫോണിൽ സമയം ചെലവഴിക്കുന്ന സമയത്ത് ആ ഫോണിൽ തന്നെ അവരുടെ സോഷ്യൽ മീഡിയകളിലാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ് എല്ലാവരുടെയും കണ്ണുകൾ. അവരുടെ ശ്രദ്ധ പോകുന്നിടത്തേക്ക് നിങ്ങളുടെ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ്, ഒരു മെസ്സേജ് എല്ലാ ദിവസവും ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രാൻഡ് ഒരു മികച്ച ബ്രാൻഡാക്കി നിങ്ങൾക്ക് നിയമിട്ട് പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കോമ്പറ്റീഷൻ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പലപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ സമയം നിങ്ങളെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കും. ഇനി വരാൻ പോകുന്ന ഒരു ഉപഭോഗ സംസ്കാരം ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് വ്യക്തികളും ഓൺലൈൻ ബേസ് ചെയ്തിട്ടുള്ള പർച്ചേസിങ്ങും ട്രാൻസാക്ഷനും അതിനും അപ്പുറത്തേക്ക് ഓൺലൈൻ ബേസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് റിവ്യൂ നടത്തുന്ന സിറ്റുവേഷനാണ് ഓൾറെഡി നിലവിൽ തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ടാവും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിന് വേണ്ടിയിട്ട്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാവാം. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ, ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഉപകാരപ്പെടുന്ന അറിവുകളും കണ്ടൻറ്റുകളും നൽകുകയാണ് വേണ്ടത്. അതല്ലാതെ നമുക്ക് നമ്മളുടെ ഒരു ഓഫർ, പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓഫർ വരുമ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഇടും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് വേണ്ടത്ര ഫോളോവേഴ്സ് ലഭിക്കാത്തത്, അല്ലെങ്കിൽ വേണ്ടത്ര ലൈക്സ് ലഭിക്കാത്തത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ബിസിനസ് ജനറേറ്റ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, അതിന് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ചില മെത്തേഡുകളുണ്ട്. ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹ്യൂജ് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മീഡിയ കമ്പനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ടൂൾസ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ കമ്പനികളും മികച്ച രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്യാമറ എക്യുപ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാമറ ക്രൂവിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഹയർ ചെയ്യേണ്ടി വന്നേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തന്നെ മതി. ശരിക്കും ഒരു ഹ്യൂജ് ലെവലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നില്ല. പക്ഷേ ആ ഒരു മീഡിയ കമ്പനി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ഒരു മീഡിയ കമ്പനിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിരന്തരം കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിട്ട് റെഡിയാക്കി നിർത്തണം. അങ്ങനെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് നിങ്ങളങ്ങ് അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചൂടപ്പം പോലെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്ങിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും താല്പര്യമുണ്ട് എങ്കിൽ ഷാഫി ഇൻസ്പയർസിൽ നിന്ന് ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2018 ഓഗസ്റ്റ് 8 സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ വരിക, പങ്കെടുക്കുക. നിങ്ങളുടെ ബിസിനസ്സിനെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്ക് പ്രത്യേക ഇളവ് ലഭിക്കുന്നതാണ്. പ്രോഗ്രാമിൻ്റെ അവിടെ വെച്ച് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ പിൻവാങ്ങുന്നു. സിസ്മി ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ.